ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിനകത്ത് എന്തെങ്കിലും ആധികാരികത ഉണ്ടോ? അല്ല, ഇതിൻ്റെ അകത്ത് നോട്ടീസ് അയച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാന ചോദ്യം. ഇതിൻ്റെ അടിസ്ഥാനപരമായ കേസ് എന്താണ്? അടിസ്ഥാനപരമായ കേസ് എന്ന് പറയുന്നത്, ഒരു വ്യക്തി FHRA, ഈ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന പോലെ ഇടുക്കിയിലെ ഒരു ബാർ അസോസിയേഷൻ പോലെ ഹോട്ടൽ അസോസിയേഷൻകാരുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജിൽ വളരെ കൃത്യമാണ്. അവർ പറയുന്നു 2.5 ലക്ഷം രൂപ വച്ച് പിരിക്കണം ഓരോ ഹോട്ടലുകളും. ആ പൈസ പിരിച്ചാൽ ഈ സർക്കാരിൻ്റെ ലിക്കർ പോളിസിയിൽ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതിലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എന്താണ് ബന്ധം? ഇതിൻ്റെ അകത്തൊരു കറപ്ഷൻ ആര് ചെയ്തു? ഇതിൻ്റെ അകത്ത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഈ അസോസിയേഷൻ ഉള്ളവർ ഇതിൻ്റെ അകത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് പൈസ പിരിച്ചിട്ടുണ്ടോ? ആ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അത് അസോസിയേഷൻ്റെ കയ്യിലാണോ, അല്ലെ അതിൽ നിന്ന് ഇത് സർക്കാരിൻ്റെ കയ്യിൽ പോയോ, അല്ലെ ഈ സർക്കാരുടെ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ത് പങ്കാണെന്നാണ് ഇവർ പറയുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് മൂന്ന് തവണ അർജുന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു സഹകരിക്കാത്ത സമീപനത്തിലാണ് വീണ്ടും ക്രൈംബ്രാഞ്ച് നിങ്ങളെ സമീപിച്ചെന്നാണ് ഇത്തരത്തിൽ പറയുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നല്ലോ, ഞാൻ സഹകരിക്കാതിരുന്നിട്ടില്ലല്ലോ. വന്നോട്ടെ, അവർ വന്ന് ആർക്ക് വേണമെങ്കിലും. ഞാൻ ചോദിക്കട്ടെ, താങ്കളെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ താങ്കളില്ല, ഇല്ലാത്ത താങ്കൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം പറയുന്നത്? അത്ര ഉത്തരവാദിത്വം എനിക്കുള്ളൂ. താങ്കളുടെ നമ്പർ അതിനകത്തുണ്ട്, ഇത്തരത്തിലുണ്ട് എന്നുള്ള പേരിലടക്കം നമ്പറിലാണ് എന്താ പറയുക. എങ്ങനെയാണ് ഈ ഒരു സിം അങ്ങനെ അല്ലെങ്കിൽ നമ്പർ ഇതിനകത്ത് കടന്നുകൂടുക? ഇല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫിൻ്റെ ഫാമിലി അവർ 3 ജനറേഷനായിട്ട് 19 കൊല്ലമായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഹോട്ടൽ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നു തൊടുപുഴയിൽ. അതിൻ്റെ അകത്ത് എൻ്റെ പാരമ്പര്യമായി കൈമാറി വന്ന് അതിൻ്റെ അകത്ത് അവരുടെ ഫാമിലിയും കാര്യങ്ങളുമായിട്ടാണ് അതിൻ്റെ അകത്തുള്ള 10-15 പാർട്ട്നേഴ്സാണ്ട് എൻ്റെ അകത്തുണ്ട്. അതിൽ നിന്ന് എൻ്റെ ഫാദർ ലോ ആണ് അതിൻ്റെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പക്ഷേ 2018 അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞ് പോയി. അദ്ദേഹത്തിൻ്റെ നമ്പർ ആ ഗ്രൂപ്പിൽ കാണുമായിരിക്കാം, എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് അറിയുന്നൊരു വിഷയമല്ല, കാണുമായിരിക്കാം. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു പങ്കും അതിൻ്റെ അകത്ത് ഇല്ല. ഇനി ഒരു കാര്യം നോക്കിയാൽ മതിയല്ലോ, ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന നമ്പറാണെങ്കിൽ ആ നമ്പർ ഏതെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ എന്ന് പറയട്ടെ അവർ. ആ നമ്പർ ഇനി ഈ പോലീസിന് എല്ലാ സംവിധാനവും ഉണ്ടല്ലോ, ടവർ ലൊക്കേഷൻ നോക്കിയാൽ പോരെ. എൻ്റെ കയ്യിലിരിക്കുന്ന നമ്പറും ആ പറയുന്ന ഗ്രൂപ്പിലുള്ള എത്രയോ നമ്പേഴ്സുണ്ട്, അവരുടെ എല്ലാവരുടെയും ടവർ ലൊക്കേഷൻ നോക്ക്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ആ നമ്പർ ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ കണ്ടുപിടിക്കട്ടെ. അതെല്ലാം കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത പോലീസ് ഓഫീസേഴ്സാണെന്ന് നിങ്ങൾ പറയത്തില്ലല്ലോ. എനിക്ക് ഏതാണ് കേരള പോലീസിനെ കുറിച്ച് നല്ല മതിപ്പുള്ള അവർക്കിതെല്ലാം അറിയാം. പക്ഷേ ഇവിടെ സർക്കാർ ഇങ്ങനെ ഒരു വലിയ കുഴിയിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ഇതിന് എങ്ങനെയെങ്കിലും ഊരാൻ വേണ്ടിയുള്ള ശ്രമം അതിൽ ഇത് നടക്കത്തില്ല.